സമാധാനത്തോടെ ഒന്നുറങ്ങണം. ഇതാഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടാകില്ല അല്ലേ? ശരീരം കിടക്കയിലുണ്ടാകും, പക്ഷേ മനസ്സിപ്പോഴും ഇന്നത്തെ കാര്യങ്ങളിലും നാളത്തെ ചിന്തകളിലും തീരാത്ത വറീസിലുമായിരിക്കും. എത്ര ക്ഷീണിച്ചാലും ഫോൺ താഴെ വെച്ചിട്ടും ഉറക്കം വരാത്ത രാത്രികളുണ്ടാകും. രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഞാൻ ശരിക്കും ഉറങ്ങിയോ എന്നൊരു തോന്നലുണ്ടാകും. പക്ഷേ ജപ്പാനിൽ ചിലർ രാത്രിയെ കാണുന്നത് ദിവസത്തിൻ്റെ അവസാന സമയം എന്നതിലുപരി മനസ്സിനെ പതുക്കെ ശാന്തമാക്കാനുള്ള ഒരു ചെറിയ റിച്വലായിട്ടാണ്. അവരുടെ ജീവിതത്തിലെ വളരെ ചെറിയ ചില ശീലങ്ങൾ നമ്മുടെ രാത്രികളെ കൂടുതൽ ശാന്തവും ലളിതവുമാക്കാൻ സഹായിച്ചേക്കാം. സോ ഇന്ന് നമുക്ക് നോക്കാം സമാധാനത്തോടെ ഉറങ്ങാൻ സഹായിക്കുന്ന ജപ്പാൻകാരുടെ 8 ശീലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. സോ വെൽക്കം ടു ഫെയറി ലൈഫ് സ്റ്റൈൽ, എ ബ്യൂട്ടിഫുൾ ലൈഫ് സ്റ്റാർട്ട്സ് ഹിയർ. അതിലെ ആദ്യത്തെ ശീലമെന്ന് പറയുന്നത് മാ എന്ന ഈ ചെറിയ ജാപ്പനീസ് വീടിന് പിന്നിൽ വലിയൊരു ആശയമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും ഒരു സ്പേസ് വേണമെന്നാണ് ജാപ്പനീസ് ഫിലോസഫി പറയുന്നത്. ഒരു റൂമിൽ നിറയെ ഫർണിച്ചറുകൾ വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും ബ്യൂട്ടിഫുൾ ആകുകയില്ലല്ലോ. ആ മുറിയിൽ ബാക്കി വെച്ചിരിക്കുന്ന ചെറിയൊരു ബ്രീത്തിങ് സ്പേസാണ് അതിനൊരു സെൻസ് ഓഫ് ബാലൻസ് നൽകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. ദിവസം മുഴുവൻ ജോലി, സംഭാഷണങ്ങൾ, ഫോൺ, സോഷ്യൽ മീഡിയ, പലതരം ചിന്തകൾ, ഇതെല്ലാം കൊണ്ട് മനസ്സ് നിറഞ്ഞിരിക്കുമ്പോൾ ഉറങ്ങാൻ കിടന്ന ഉടനെ അതെല്ലാം സ്വിച്ച് ഓഫ് ചെയ്യാൻ എളുപ്പമല്ല. അതുകൊണ്ട് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കുറച്ച് സമയം ഫോൺ മാറ്റിവെക്കുക. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കുക. പുതിയ കാര്യങ്ങൾ മനസ്സിലേക്ക് നിറയ്ക്കാതിരിക്കുക. കുറച്ച് നിമിഷങ്ങൾ ശാന്തമായിരിക്കുക. അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചിരിക്കുകയുമാകാം. അതുമല്ലെങ്കിൽ ഒന്നും ചെയ്യാതെയും ഇരിക്കാം. ആ സമയത്ത് നമ്മളൊന്നും ചെയ്യാതിരിക്കുകയല്ല, മറിച്ച് ദിവസം മുഴുവൻ മനസ്സിൽ നിറഞ്ഞുകൂടിയ നോയ്സ് പതുക്കെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഓരോ നിശബ്ദതയും എന്തെങ്കിലും കൊണ്ട് നിറയ്ക്കുന്നതിനു പകരം ആ നിശബ്ദതയ്ക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം നൽകുക എന്നുള്ളതാണ്. ഇങ്ങനെ ഉറങ്ങുന്നതിന് മുൻപ് കുറച്ച് സമയം മനസ്സിന് ഒന്നും ചെയ്യേണ്ടതില്ലാത്ത ഒരു അവസ്ഥ കൊടുക്കുമ്പോൾ ദിവസം മുഴുവൻ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു സ്ട്രെസ്സും തോട്ട്സും ഒക്കെ പതുക്കെ കാം ഡൗൺ ചെയ്യാൻ തുടങ്ങും. മനസ്സ് ശാന്തമായാൽ ശരീരത്തിനും റിലാക്സ് ചെയ്യാൻ എളുപ്പമാകും. അങ്ങനെ ഉറക്കത്തിലേക്ക് നമ്മൾ കൂടുതൽ സ്വാഭാവികമായി കടന്നു പോകുന്നു. അതാണ് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ കാര്യം. ഇനി അടുത്തൊരു ശീലമെന്ന് പറയുന്നത് ഡാൻഷരി. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ചുറ്റുമുള്ളതും മനസ്സും ഒന്ന് ലഘൂകരിക്കുക. നമ്മൾ പലപ്പോഴും നമ്മുടെ ബെഡ്റൂമിനെ ഒരു സ്റ്റോറേജ് സ്പേസ് പോലെയാണ് ഉപയോഗിക്കുന്നത്. കസേരയിലിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ, മേശപ്പുറത്തെ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, കട്ടിലിന് ചുറ്റുമുള്ള ക്ലട്ടർ, നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ ആയിരിക്കാം. പക്ഷേ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ കണ്ണുകളും മനസ്സും അതെല്ലാം കാണുന്നുണ്ട്. ജാപ്പനീസ് ഡൻഷരി എന്ന ഈ ഒരു ആശയം പറയുന്നത് ആവശ്യമില്ലാത്ത വസ്തുക്കളോടുള്ള അറ്റാച്ച്മെന്റ് കുറച്ച് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ചുറ്റും വെക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുൻപ് ഒരു വലിയ ക്ലീനിങ് സെഷൻ ഒന്നും വേണ്ട. കസേരയിൽ കിടക്കുന്ന ഡ്രസ്സ് ഒന്ന് മടക്കി വെക്കുക. മേശപ്പുറത്ത് കിടക്കുന്ന അനാവശ്യമായ സാധനങ്ങൾ മാറ്റി വെക്കുക. കിടക്കയ്ക്ക് ചുറ്റും കുറച്ച് എംപ്റ്റി സ്പേസ് ഉണ്ടാക്കുക. വെറും 5 മിനിറ്റ് മാത്രം മതി. അപ്പോൾ മുറി ക്ലീനായി തോന്നുന്നതിന് പുറമെ ഇനി ഇന്നത്തെ ദിവസം കഴിഞ്ഞു എന്നൊരു ഫീലിംഗ് കൂടി നമ്മുടെ മനസ്സിന് കിട്ടും. കാരണം പുറത്തുള്ള ക്ലട്ടർ കുറയുമ്പോൾ മനസ്സിലെ വിഷ്വൽ നോയ്സും കുറയാം. ഉറങ്ങാൻ പോകുമ്പോൾ ചുറ്റും അലങ്കോലമല്ല വേണ്ടത്, പകരം ഒരു കാം പീസ്ഫുൾ സ്പേസ് ആയിരിക്കുമ്പോൾ മനസ്സിനും പതുക്കെ റിലാക്സ് ചെയ്യാൻ എളുപ്പമാകും. അങ്ങനെ ഡാൻഷരി വെറും സാധനങ്ങൾ ഒഴിവാക്കുന്ന ശീലം മാത്രമല്ല, ഉറങ്ങുന്നതിന് മുൻപ് നമ്മുടെ സ്പേസിനെയും മൈൻഡിനെയും ഒരേപോലെ ലൈറ്റാക്കുന്ന ഒരു റിച്വലായിട്ടാണ് അത് മാറുന്നത്. ഇനി മൂന്നാമത്തെ അവരുടെ ഒരു ശീലമെന്ന് പറയുന്നത് ഹരാഹാച്ചിബു ആണ്. വയറ് നിറയ്ക്കുന്നതിന് മുൻപ് ഭക്ഷണം നിറയ്ക്കുക എന്നുള്ളതാണ് അത്. ജാപ്പനീസ് കൾച്ചറിൽ കാണുന്ന ഒരു മനോഹരമായ ആശയമാണത്. വയർ പൂർണ്ണമായും നിറയുന്നതിന് മുൻപ് ഏകദേശം 80% നിറയുമ്പോൾ ഭക്ഷണം നിർത്തുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. പ്രത്യേകിച്ച് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഇനിയും കുറച്ചുകൂടി കഴിക്കാമെന്ന തോന്നൽ വന്നാലും അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പഠിക്കുക. വയർ അമിതമായി നിറച്ച് കഴിക്കുന്നതിന് പകരം ശരീരത്തിന് കംഫർട്ടബിൾ ആയ ഫുൾനെസ് മാത്രം ഉണ്ടാകുമ്പോൾ രാത്രിയിൽ വയറിനുണ്ടാകുന്ന അസ്വസ്ഥതയും ഹെവിനെസ്സും കുറയ്ക്കാൻ സഹായിച്ചേക്കും. പ്രത്യേകിച്ച് രാത്രി ഭക്ഷണത്തിൽ ഈ ഒരു ശീലം ഫോളോ ചെയ്യുമ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ശരീരം ഇപ്പോഴും ഭാരമുള്ള ഭക്ഷണം ദഹിപ്പിക്കാൻ കഷ്ടപ്പെടേണ്ടി വരില്ല. അങ്ങനെ ശരീരത്തിന് കൂടുതൽ റിലാക്സ് ചെയ്യാനും മനസ്സിനും സുഖമായ ഉറക്കത്തിലേക്ക് കടക്കാനും സഹായിക്കും. ചിലപ്പോൾ നല്ല ഉറക്കത്തിൻ്റെ രഹസ്യം കൂടുതൽ കഴിക്കുന്നതിലല്ല, ശരിയായ സമയത്ത് നിർത്തുന്നതാണ്.
ഇനി നാലാമത്തെ അവരുടെ ഒരു ശീലമെന്ന് പറയുന്നത് സാൻപോ. ഉറങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ നടത്തം. ജപ്പാനിൽ സാൻപോ എന്ന് പറയുന്നത് പതുക്കെ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് ഒന്ന് നടക്കുക എന്നതാണ്. ദിവസത്തിന്റെ തിരക്കുകൾ കഴിഞ്ഞ് ഡിന്നർ കഴിഞ്ഞോ വൈകുന്നേരമോ ഒരു 10-15 മിനിറ്റ് പുറത്ത് പതുക്കെ നടക്കാൻ ശ്രമിക്കാം. നമ്മുടെ മുറ്റത്തുകൂടി നടന്നാൽ മതി. അതിവേഗത്തിൽ നടക്കണമെന്നോ സ്റ്റെപ്സ് കൗണ്ട് ചെയ്യണമെന്നോ ഒന്നുമല്ല. ചുറ്റുപാടുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പതുക്കെ നടക്കുക. ആ ദിവസത്തെ ചിന്തകൾ ഒന്ന് വിട്ടുകളയുക. ഇത്തരത്തിലുള്ള ഒരു വോക്കിങ്ങിനെ എക്സസൈസ് എന്ന പ്രഷർ ഇല്ലാതെ ഒരു ട്രാൻസിഷൻ ടൈമായി കാണുമ്പോൾ ശരീരവും മനസ്സും പതുക്കെ നൈറ്റ് മോഡിലേക്ക് മാറാൻ സഹായിക്കും. അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സ് കുറച്ച് കാമായിരിക്കാനും കൂടുതൽ കംഫർട്ടബിളായി ഉറക്കത്തിലേക്ക് കടക്കാനും ഇത് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഇനി അടുത്ത അവരുടെ ഒരു ശീലമെന്ന് പറയുന്നത് നൈക്കനാണ്. നൈക്കൻ എന്നത് ജാപ്പനീസ് ഭാഷയിൽ അവനവനിലേക്ക് തന്നെ നോക്കുക എന്നർത്ഥമുള്ള മനോഹരമായ ഒരു സെൽഫ് റിഫ്ലക്ഷൻ രീതിയാണ്. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ദിവസം മുഴുവൻ എന്തൊക്കെയാണ് എനിക്ക് തെറ്റിപ്പോയത് എന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നതിന് പകരം 3 ചെറിയ ചോദ്യങ്ങൾ സ്വയം ചോദിച്ചു നോക്കാം. ഇന്ന് എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് എന്തൊക്കെയാണ് ലഭിച്ചത്? ഞാൻ അവർക്കായി എന്തൊക്കെയാണ് ചെയ്തത്? ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചോ ബുദ്ധിമുട്ടിച്ചോ? ഈ 3 ചോദ്യങ്ങൾ നമ്മുടെ ശ്രദ്ധയെ കംപ്ലയിൻസിൽ നിന്ന് ഗ്രാറ്റിറ്റ്യൂഡിലേക്കും സെൽഫ് അവെയർനെസ്സിലേക്കും പതുക്കെ മാറ്റുന്നു. ദിവസത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ മനസ്സിനെ ഒന്ന് ക്ലിയർ ചെയ്ത് നന്ദിയോടെ ദിവസം അവസാനിപ്പിക്കുമ്പോൾ ഉള്ളിലെ ആ ഒരു ഓവർ തിങ്കിങ് കുറയ്ക്കാനും മനസ്സിന് കൂടുതൽ ശാന്തമായ ഒരു അവസ്ഥയിലേക്ക് കടക്കാനും സഹായിക്കും. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ തലയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചിന്തകളേക്കാൾ ഒരു പീസ്ഫുൾ ഫീലിംഗ് ആയിരിക്കും കൂടെയുണ്ടാകുക. ഇനി ആറാമത്തെ ഒരു ഹാബിറ്റ് ടരൂവോ ഷിരു, അതായത് ഉള്ളതിൽ ഒരു സംതൃപ്തി കണ്ടെത്തുക എന്നുള്ളതാണ്. ടരൂവോ ഷിരു എന്നത് ജാപ്പനീസ് ചിന്തയിലെ വളരെ മനോഹരമായ ഒരു ആശയമാണ്. എനിക്ക് ഉള്ളത് മതി എന്ന് തിരിച്ചറിയുക. നമുക്ക് ഇതിനകം ഉള്ളതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ് അതിൽ സംതൃപ്തി കണ്ടെത്തുക എന്നതാണ്. രാത്രി കിടക്കുമ്പോൾ എനിക്ക് ഇത് കിട്ടിയില്ല അത് കിട്ടിയില്ല നാളെ എന്താകും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മനസ്സ് എങ്ങനെയാണ് ശാന്തമാകുക? അതിനു പകരം ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് എനിക്ക് ലഭിച്ച നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. വലിയ കാര്യങ്ങളൊന്നും വേണ്ട. നല്ലൊരു ഭക്ഷണമാകാം, ഇഷ്ടപ്പെട്ട ഒരാളുടെ ഒരു കോളാകാം, ആരോഗ്യത്തോടെ സുരക്ഷിതമായി വീട്ടിലെത്തിയതാകാം. ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും മതിയാകും. നമ്മുടെ ശ്രദ്ധ എനിക്ക് ഇല്ലാത്തത് എന്നതിൽ നിന്ന് എനിക്ക് ഉള്ളത് എന്നതിലേക്ക് മാറുമ്പോൾ ഡിസാറ്റിസ്ഫാക്ഷനും മനസ്സിലെ ഒരു അൺനെസസറി തോട്ട്സും കുറയാൻ ഇത് സഹായിക്കും. അങ്ങനെ ദിവസത്തിന്റെ അവസാനം ഒരു ഫീലിംഗ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടിയും കണ്ടന്റ്മെന്റോടുകൂടിയും കിടക്കുമ്പോൾ മനസ്സ് കൂടുതൽ പീസ്ഫുള്ളായി ഉറക്കത്തിലേക്ക് മാറാൻ എളുപ്പമാകും. ഇനി അടുത്തൊരു ഹാബിറ്റ് എന്ന് പറയുന്നത് ഇച്ചിഗോ ഇച്ചി. ഇത് ജാപ്പനീസ് സംസ്കാരത്തിലെ വളരെ മനോഹരമായ ഒരു ആശയമാണ്. ഈ നിമിഷത്തിൽ ജീവിക്കുക, ഈ നിമിഷത്തെ പൂർണ്ണമായും അനുഭവിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ വീണ്ടും വീണ്ടും ഓർത്ത് വിഷമിക്കാതെയും നാളെ എന്താകുമെന്ന് അമിതമായി ചിന്തിക്കാതെയും ഇപ്പോഴുള്ള നിമിഷത്തെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഇത് വളരെ സിമ്പിളായി പ്രാക്ടീസ് ചെയ്യാം. ഇന്നത്തെ ദിവസം കഴിഞ്ഞു, ഇനി ഈ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എനിക്ക് വിശ്രമിക്കാനുള്ള സമയമാണ് എന്ന് മനസ്സിനോട് പറയുക. ഇന്നത്തെ ചെറിയ സന്തോഷങ്ങൾ ഓർക്കുക. നാളെയുടെ കാര്യങ്ങൾ കുറച്ചു നേരത്തേക്ക് മാറ്റിവെച്ച് ഈ നിമിഷത്തിൽ മാത്രം ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ കഴിഞ്ഞ കാലത്തെ റിഗ്രറ്റ്സും ഭാവിയെക്കുറിച്ചുള്ള വറീസും ഒക്കെ കുറച്ച് മനസ്സിനെ പ്രസന്റ് മൊമെന്റിലേക്ക് കൊണ്ടുവരാൻ കഴിയുമ്പോൾ ഉറങ്ങുന്നതിന് മുൻപുള്ള മെന്റൽ നോയ്സ് കുറയുകയും കൂടുതൽ പീസ്ഫുള്ളായി ഉറക്കത്തിലേക്ക് കടക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇനി ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് മോണോണോ അവെയർ. വളരെ മനോഹരമായ ഒരു ജാപ്പനീസ് ഫിലോസഫിയാണത്. ജീവിതത്തിൽ ഒന്നും ശാശ്വതമല്ല എന്നാണ് ഈ ഫിലോസഫി പറയുന്നത്. സന്തോഷവും ദുഃഖവും ബന്ധങ്ങളും വിഷമങ്ങളും ഈ ദിവസവും എല്ലാം ഒരിക്കൽ കടന്നു പോകും എന്ന തിരിച്ചറിവാണത്. അതുകൊണ്ട് നഷ്ടപ്പെട്ടതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതിന് പകരം ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ചെറിയ സന്തോഷങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. ജപ്പാനിൽ ചെറി ബ്ലോസംസ് കുറച്ച് ദിവസങ്ങൾ മാത്രം പൂത്തു നിൽക്കുന്നതിനെ പോലും ഇത്ര മനോഹരമായി കാണുന്നതിന് പിന്നിൽ ഈ ചിന്തയുണ്ട്. അത് എന്നും നിലനിൽക്കില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ സൗന്ദര്യം കൂടുതൽ ആസ്വദിക്കുക.
രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇന്ന് സംഭവിച്ചത് മാറ്റാൻ എനിക്ക് കഴിയില്ല, നാളെ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ എനിക്ക് അറിയുകയുമില്ല, പക്ഷേ ഇന്നുണ്ടായ ആ നല്ല നിമിഷങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവനാണ് എന്ന് മനസ്സിനോട് പറയാൻ ശ്രമിക്കുക. ഈ ലോകത്ത് ഒന്നും തന്നെ പെർമനൻ്റ് അല്ല. കഴിഞ്ഞ കാര്യങ്ങളെ വീണ്ടും വീണ്ടും പിടിച്ചു നിർത്താതെ അവയെ പതുക്കെ വിട്ടുകൊടുക്കാൻ അത് സഹായിക്കും. മനസ്സ് പാസ്റ്റിലും ഫ്യൂച്ചറിലും അലഞ്ഞു തിരിയാതെ ഇന്നത്തെ നിമിഷത്തെ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ ഉറങ്ങുന്നതിന് മുൻപുള്ള ഒരു ഓവർ തിങ്കിങ് കുറയ്ക്കാനും മനസ്സ് കൂടുതൽ പീസ്ഫുള്ളായി വിശ്രമത്തിലേക്ക് മാറാനും ഇത് സഹായിക്കുന്നതാണ്. ഒടുവിൽ നോക്കുമ്പോൾ ഈ ശീലങ്ങളൊന്നും വലിയ കാര്യങ്ങളല്ല. ഉറങ്ങുന്നതിന് മുൻപ് നമ്മുടെ ദിവസത്തെയും ചുറ്റുപാടുകളെയും അതിലുപരി നമ്മുടെ മനസ്സിനെയും പതുക്കെ ലെറ്റ് ഗോ ചെയ്യാനുള്ള ചെറിയ വഴികളാണ്. ഫോണൊന്ന് മാറ്റിവെക്കുക, ചുറ്റുമുള്ള ക്ലട്ടർ ഒന്ന് കുറയ്ക്കുക, വയർ അമിതമായി നിറയ്ക്കാതിരിക്കുക, കുറച്ച് നടക്കുക, ഇന്നുണ്ടായ കാര്യങ്ങളെ ഒന്ന് ഓർത്ത് മനസ്സിലാക്കുക, പിന്നെ ഇന്നത്തേക്ക് ഇത്ര മതി എന്ന് മനസ്സിനോട് പറയുക. പലപ്പോഴും നമുക്ക് ഉറക്കം കിട്ടാത്തതിൻ്റെ കാരണം നമ്മുടെ ശരീരം ക്ഷീണിച്ചത് കൊണ്ടാവാമെന്ന് നമ്മൾ കരുതും. പക്ഷേ ചിലപ്പോൾ ശരീരത്തേക്കാൾ കൂടുതൽ ക്ഷീണിച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സായിരിക്കും. ദിവസം മുഴുവൻ ക്യാരി ചെയ്യുന്ന വറീസ്, കോൺവെർസേഷൻസ്, ഡിസപ്പോയിൻമെൻറ്റ്സ്, പ്ലാൻസ് അവയെല്ലാം കിടക്കയിലേക്കും കൂടെ കൊണ്ടുപോകുമ്പോഴാണ് ഉറക്കം പോലും ഭാരമായിട്ട് തോന്നുന്നത്. പക്ഷേ ഒരു ദിവസം നിങ്ങൾ രാത്രി ഇങ്ങനെയെല്ലാം പതുക്കെ പതുക്കെ വിട്ടുകൊടുത്ത് ഒന്നും ചിന്തിക്കാതെ, ഒന്നും തെളിയിക്കേണ്ടതില്ലാതെ, ഒന്നും തീർക്കേണ്ടതില്ലാതെ ഒന്ന് കിടന്നു നോക്കൂ. മനസ്സ് എത്ര ശാന്തമാകുന്നുവെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഒരുപക്ഷേ വർഷങ്ങളായി നിങ്ങൾ അന്വേഷിച്ചിരുന്ന ആ നന്നായി ഉറങ്ങിയ ഫീലിങ്സ് ഇത്രയും സിമ്പിളായ കാര്യങ്ങളുടെ പിന്നിലായിരിക്കാം. ഇന്ന് മുതൽ ഈ കാര്യങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. മുറിയിലെ വെളിച്ചം കുറയ്ക്കുക, ഫോൺ മാറ്റിവെക്കുക, ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക, പിന്നെ മനസ്സിനോട് പതുക്കെ പറയുക, ഇന്നത്തേക്ക് മതി, ഇനി വിശ്രമിക്കാം. അപ്പോൾ ഉറക്കം വെറും കണ്ണടയ്ക്കുന്നതിലല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കും. മനസ്സിന് ഒടുവിലൊരു സേഫ് പ്ലേസ് കിട്ടുന്നതാണ് യഥാർത്ഥ ഉറക്കം. അപ്പോൾ ജപ്പാൻകാരെ പോലെ വളരെ ശാന്തവും മനോഹരവുമായ ഒരു ഉറക്കം നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.